മാടായിക്കാവിൽ കുടികൊള്ളുന്ന ഭദ്രകാളി സങ്കല്പത്തിലുള്ള തിരുവർക്കാട്ട് ഭഗവതിയുടെ പുറം കാവൽക്കാരികളാണ് കമ്മിയമ്മയും പരകാളിയമ്മയും എന്ന് പറയപ്പെടുന്നു. കമ്മിയമ്മയും പരാളിയമ്മയും രക്തദാഹികളായ പരദേവതകളാണ് എന്നാണ് സങ്കല്പം. ഒരിക്കൽ തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അഭയം തേടിയെത്തിയ ഒരു യാത്രക്കാരനെ കമ്മിയമ്മ കൊന്നു ഭക്ഷിച്ചെന്നും ഇതറിഞ്ഞ തിരുവർക്കാട്ട് ഭഗവതി കമ്മിയമ്മയെ അവിടെ നിന്നും ചുഴറ്റിയെറിഞ്ഞ് ചെന്ന് വീണത് ഇരുവട്ടി എന്ന സ്ഥലത്താണ്. അമ്മയ്ക്ക് അവിടെ പീഠവും സ്ഥാനവും ലഭിച്ചു എന്നാണ് ഒരു ഐതിഹ്യം. അതുപോലെ തന്നെ ഒരിക്കൽ പാതിരാത്രിക്ക് കാവിലെത്തിയ ബ്രാഹ്മണന് തിരിച്ച് വീട്ടിലേക്ക് അകമ്പടി പോകാൻ തിരുവർക്കാട്ട് ഭഗവതി പരാളിയമ്മയെ നിയോഗിച്ചു. വഴിമധ്യേ ആ ബ്രാഹ്മണനെയും പരാളിയമ്മ കൊന്നു ഭക്ഷിച്ചു എന്ന് പറയപ്പെടുന്നു. ഈ സംഭവം മനസ്സിലാക്കിയ മാടായിക്കാവിലമ്മ പരാളിയമ്മയുടെ നാക്ക് വലിച്ചു പുറത്തിട്ടു മാടായിക്കാവിൽ നിന്നും ചുഴറ്റിയെറിഞ്ഞു. ചെന്ന് വീണത് അരിപ്പാമ്പ എന്ന സ്ഥലത്താണ്. അവിടെ അമ്മയ്ക്ക് സ്ഥാനമാനങ്ങളും പീഠങ്ങളും ലഭിച്ചു എന്നാണ് ഒരു ഐതിഹ്യം. പല കാവുകളിലും കമ്മിയമ്മയും പരാളിയമ്മയും കോലത്തിന്മേൽ കോലമായാണ് കെട്ടിയാടാറുള്ളത്. കണ്ണൂർ ജില്ലയിൽ നിടിയേങ്ങ എന്ന സ്ഥലത്ത് തോപ്പിലായി കടോത്തി മൂത്ത ഭഗവതി ക്ഷേത്രത്തിൽ കെട്ടിയാടപ്പെട്ട കമ്മിയമ്മയും പരാളിയമ്മയുടെയും തെയ്യക്കോലങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ട്. ശ്രീ കമ്മിയമ്മയുടെയും പരാളിയമ്മയുടെയും മറ്റൊരു ചരിത്രം ഇപ്രകാരം. ഒരിക്കൽ ആലാട ഭഗവതി മാടായിക്കാവിൽ നിന്നും പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നു. വഴിമധ്യേ ഒരു രാക്ഷസൻ അമ്മയെ പിന്തുടർന്ന് ഉപദ്രവിച്ചു. സംഭവം ആരോടും പറയാതിരിക്കാൻ രാക്ഷസൻ ആലാട ഭഗവതിയുടെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് നാക്ക് വലിച്ച് പുറത്തിട്ടു. എന്നാൽ പുറകെ വന്ന കമ്മിയമ്മയും പരാളിയമ്മയും രാക്ഷസനെ വധിക്കുന്നു. ആലാട ഭഗവതിയെ ഉപദ്രവിക്കുന്നത് കണ്ടുനിന്ന ഒരു പെരുവണ്ണാത്തിയെ പരാളിയമ്മ വധിച്ചെന്നും പിന്നീട് വണ്ണാത്തി ദൈവക്കരുവായി മാറി ഈ 3 ദേവതമാരോടും ചേർന്നു എന്ന് സങ്കല്പം. ഈ ദേവതമാർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഉണങ്ങിയ മരങ്ങൾ പുഷ്പിച്ച് കായ്ക്കാൻ തുടങ്ങി. 7 ആല കന്നുകാലി കറവകൾ 14 കന്നുകാലി കറവകളായി വർദ്ധിക്കുന്നു. ദേവതമാർ എത്തിപ്പെടുന്ന തറവാടുകളിൽ സന്താനഭാഗ്യവും തങ്ങളുടെ സന്തതിക്കും തറവാടിനും ഐശ്വര്യം ഉണ്ടായിക്കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഐശ്വര്യം ചൊരിയുന്ന ഈ ദേവതമാരുടെ കോലങ്ങൾ നമ്പ്യാർ, മാരാർ,
തീയ സമുദായം തുടങ്ങിയ തറവാടുകളിൽ കെട്ടിയാടപ്പെടുന്നു. ആലട ഭഗവതി, കമ്മിയമ്മ, പരാളിയമ്മ, വണ്ണാത്തിപ്പോതി എന്നീ 4 ദേവതമാരുടെയും തെയ്യക്കോലങ്ങൾ പൊതുവെ കെട്ടിയാടാനുള്ള അവകാശം മാവിലന്മാർക്കാണ്. കോലധാരി ശ്രീ ഉമേഷ് തോപ്പിലായി. പ്രിയമുള്ളവരെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ലൈക്കും കമൻറ്റും നൽകുവാനും താൽപ്പര്യപ്പെടുന്നു.